മലയോര നാടിന്റെ ചൂളംവിളി അവസാനിച്ചിട്ട് നാളുകളേറെയാകുന്നു. പുനലൂർ ചെങ്കോട്ട ബ്രോഡ്ഗേജ് പാതയുടെ പണി അനിശ്ചിതത്വത്തിലായതോടെ അന്തർ സംസ്ഥാന തീർത്ഥാടക സംഘം കടുത്ത യാത്രാ ദുരിതം നേരിടും. മറുനാട്ടുകാരെ വാണിജ്യത്തിനായും വ്യവസായത്തിനായും കേരളക്കരയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന മീറ്റർ ഗേജ് തീവണ്ടി നിർത്തിയിട്ട് 2 മാസമാകുന്നു. 2 ആഴ്ചയ്ക്കകം പണി തുടങ്ങാനായിട്ടാണ് പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് അന്നടച്ചത്. മണ്ഡലകാലം അടുത്തതോടെ തീവണ്ടി നിർത്തിയത് ശബരിമല യാത്രികരെ ഏറെ ദുരിതത്തിലാക്കും. സെപ്റ്റംബർ 20-ന് കേരള തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവ് സ്റ്റേഷൻ കടന്ന് 750 നമ്പർ തീവണ്ടി ചെങ്കോട്ടയിലെത്തിയപ്പോൾ 108 വർഷത്തെ ജൈത്രയാത്രയുടെ ചരിത്രമാണ് അവസാനിച്ചത്. എല്ലാ സ്റ്റേഷനുകളിലും വികാരനിർഭരവും ആവേശോജ്വലവുമായ യാത്രയപ്പാണ് നൽകിയത്. തീവണ്ടി നിർത്തി 2 ദിവസത്തിനകം മധുര ഡിവിഷനിൽ നിന്നും പാത സന്ദർശിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. പക്ഷേ സെപ്റ്റംബർ 21-ന് പാത പൊളിക്കൽ നടക്കുമെന്ന സർക്കാർ വാദം പാഴ്വാക്കായി. യാതൊരു വിധത്തിലുമുള്ള പണികളും തുടങ്ങാതെ റെയിൽവേയിലെ ഉന്നതരുടെ നിർബന്ധത്താൽ തീവണ്ടി നിർത്തിയത് അബദ്ധമാണെന്ന് ഒരു ഭാഗം റെയിൽവേ ജീവനക്കാരും പറയുന്നു. നവംബർ 17-ന് ആരംഭിക്കുന്ന ശബരിമല സീസൺ കഴിഞ്ഞ് തീവണ്ടി നിർത്തിയാൽ മതിയെന്നായിരുന്നു ആദ്യ തീരുമാനം. ശബരിമല സീസണായാൽ ഈ റെയിൽപാതയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമാണുണ്ടായിരുന്നത്. തീവണ്ടിയില്ലാത്തത് മൂലം അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് യാത്ര ദുരിതമാകും. പുനലൂർ മുതൽ ഇടമൺ വരെയുള്ള ഭാഗത്തെ ഗേജ് മാറ്റ ചുമതല എറണാകുളം ചീഫ് എഞ്ചിനീയർക്കും ഇടമൺ മുതൽ ചെങ്കോട്ട വരെയുള്ള ഭാഗത്തെ ചുമതല മധുര ചീഫ് എഞ്ചിനീയർക്കുമാണ്. ജില്ലയിൽ റെയിൽവേ വികസനങ്ങൾ നടക്കാത്ത സാഹചര്യത്തിൽ പാതയുടെ പൂർണ്ണമായ ചുമതലയും ഫണ്ടും തമിഴ്നാട്ടിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുമേറുന്നു. കരാർ പണികളും ഏറുകയാണ്. റെയിൽവേ ഡിവിഷനുകളിൽ നിന്നും കത്തുകളൊന്നും കരാറുകാർക്ക് കിട്ടാത്തതും പ്രാരംഭ പദ്ധതികളെ പോലും അവതാളത്തിലാക്കുന്നു. തമിഴ്നാടിന് കിട്ടിയ പണികൾ 3ആയി വിഭജിച്ചിരിക്കുകയാണ്. ഇടമൺ മുതൽ കഴുതുരുട്ടി വരെയും കഴുതുരുട്ടി മുതൽ ഭഗവതിപുരം വരെയും ഭഗവതിപുരം മുതൽ ചെങ്കോട്ട വരെയുമാണത്. 2 വർഷത്തിനകം പണി പൂർത്തിയാക്കാമെന്ന് പറഞ്ഞാണ് ഗതാഗതം നിർത്തിയത്. വാഗ്ദാനം നൽകിയിട്ട് 6 മാസം കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 1.5 വർഷം മാത്രം. 1 വർഷം മുമ്പ് പണി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കിയ കൊല്ലം പുനലൂർ ബ്രോഡ്ഗേജ് പാതയുടെ അവസ്ഥയും അതേപടി തന്നെയാണ്. കൂടുതൽ ദീർഘദൂര സർവീസുകൾ എന്ന വാഗ്ദാനവും വെറും പാഴ്വാക്കായി മാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തി തെളിയിച്ച് പത്തനാപുരം മർച്ചന്റ് അസോസിയേഷന്റെ സുവർണ ജൂബിലി ആഘോഷം. വ്യാപാരികൾ സർക്കാരിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. പുനലൂർ ചെങ്കോട്ട ബ്രോഡ്ഗേജ് പാതയുടെ പണി അനിശ്ചിതത്വത്തിൽ അയ്യപ്പ ഭക്തർ ദുരിതത്തിലാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.